ഹലോ, എല്ലാവർക്കും DS കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. ഉണക്ക കപ്പ കൊണ്ട് ഒരു റെസിപ്പിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 250 ഗ്രാം ഉണക്ക കപ്പയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഒരു 6 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. രാത്രി കുതിർത്ത് വെച്ച് രാവിലെ എടുത്താലും മതി. ഇത് വേവ് കുറഞ്ഞ കപ്പയും ഉണ്ടാവും, നല്ല വേവ് കൂടുതലുള്ള കപ്പയും ഉണ്ടാവും. ഇത് നമ്മൾ വാങ്ങിയ ഉണക്ക കപ്പയാണ്. ഇത് നമ്മൾ പണ്ട് കാലങ്ങളിലെല്ലാം കൂടുതൽ ഉപയോഗിച്ചു വരുന്നതാണ് ഈ ഉണക്കക്കപ്പ. കൂടുതൽ നാരുകൾ അടങ്ങിയതായതുകൊണ്ട് മലബന്ധം തടയാനും ദഹനം എളുപ്പമാക്കാനും സഹായിക്കുന്നു. ഇരുമ്പ്, കോപ്പർ ഇവ ധാരാളം അടങ്ങിയിരിക്കുന്നു. പണ്ടുകാലത്തെ ഒരു സ്ഥിരം ഭക്ഷണമായിരുന്നു ഉണക്കക്കപ്പ. ഇനിയിപ്പോൾ നമ്മുടെ ഈ കപ്പ കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അത് ചെയ്തെടുക്കാം. ഇതൊന്ന് മൂടി വെച്ച് വെയിറ്റ് ചെയ്യാം. ചില കപ്പയ്ക്ക് നല്ല വേവ് ഉണ്ടാവും. ഞാനിപ്പോൾ എടുത്തത് വേവ് കുറഞ്ഞ കപ്പയാണ്. വേവ് കൂടുതലുള്ള കപ്പയാണെങ്കിൽ കുക്കറിൽ വേവിച്ചെടുത്താൽ മതി. കപ്പയെല്ലാം നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ല വൃത്തിയായി കഴുകി ഒന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കണം. നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം അതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷമാണ് വേവിച്ചെടുക്കേണ്ടത്. ഇപ്പം ഇത് വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. കപ്പയെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചെടുക്കാം. വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലതുപോലെ വെന്ത് വരട്ടെ. ഇത് പെട്ടെന്ന് വെന്ത് വരുന്ന ഒരു കപ്പയായതുകൊണ്ട് ഞാൻ കുക്കറിൽ വേവിച്ചെടുക്കുന്നില്ല. നല്ല വേവുള്ള കപ്പയാണെങ്കിൽ കുക്കറിൽ വേവിച്ചെടുത്താൽ മതി. ഇതാ മൂടി വെച്ച് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഇതിനു വേണ്ടിയുള്ള ഒരു അരപ്പ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/4 മുറി തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളകും ഒരു 3 ചെറിയ ചുവന്നുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. അതൊന്ന് ഒതുക്കിയെടുക്കാം. ഇപ്പം ഇതാ നമ്മളെ കപ്പയെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒതുക്കി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കണം. ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇതേപോലെ ഒന്ന് ഇളക്കി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് മാത്രം ചെയ്തെടുത്താൽ മതി. ഒരു 3 മിനിറ്റ് സമയം കഴിഞ്ഞ് നമുക്ക് തുറന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പം അതങ്ങനെ ചെയ്തെടുക്കാം. ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. തേങ്ങയെല്ലാം നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. പണ്ടത്തെ കാലത്തെ സ്ഥിരം നമ്മൾ കഴിക്കുന്ന ഒരു പ്രധാന ഭക്ഷണമാണ്. ഇനിയിപ്പോൾ ഇതാ എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ സെറ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വറുത്തിട്ട് കൊടുക്കാം. വറുത്തിടാൻ വേണ്ടി ഞാനിവിടെ 1/2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂണോളം കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ കപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.